എന്നാ കുട്ടനും മോളും തമ്മിൽ ഒന്ന് സംസാരിച്ചോട്ടെ അല്ല രാജ? അച്ഛൻ്റെ ബാല്യകാല സുഹൃത്തായ അവളുടെ അച്ഛനോട് പറയുന്നത് കേട്ടതും എൻ്റെ മനസ്സിൽ പെരുമ്പറ കൊട്ടാൻ തുടങ്ങി. എന്ത് സംസാരിക്കും അവളോട്? ഒരു പിടുത്തവും കിട്ടുന്നില്ല. എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം? അവൾ വെള്ളം കൊണ്ടുവന്ന് എൻ്റെ കയ്യിൽ തന്നപ്പോൾ തന്നെ എൻ്റെ പകുതി ധൈര്യം ചോർന്നു പോയിരുന്നു. എൻ്റെ പരവേശം കണ്ടിട്ടാണെന്ന് തോന്നുന്നു എൻ്റെ അടുത്തിരുന്ന പെങ്ങൾ സുമ എൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു. ആ, സംസാരിച്ചോട്ടെ. നമ്മൾക്ക് മാത്രം ഇഷ്ടപ്പെട്ടതുകൊണ്ട് കാര്യമില്ലല്ലോ ദിവാകര, അവർക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെടണ്ടേ? മോൻ അകത്തേക്ക് പൊക്കോളൂ, അവൾ അകത്തുണ്ടാക്കും, പെണ്ണിന്റെ അച്ഛൻ പറഞ്ഞു. അവർക്കെല്ലാം ഒരു പുഞ്ചിരി സമ്മാനിച്ച് ചെയറിൽ നിന്നും എണീക്കാൻ നിന്നതും പെങ്ങൾ സുമ എൻ്റെ കയ്യിൽ ഒന്നുകൂടി മുറുകെ അമർത്തിക്കൊണ്ട് പതുക്കെ എന്നോട് പറഞ്ഞു, ഓൾ ദി ബെസ്റ്റ്. അത് കേട്ടതും ഞാൻ അവളോട് പതുക്കെ ചോദിച്ചു, ഞാൻ എന്താണ് അവളോട് ചോദിക്കേണ്ടത്? 10-30 പെണ്ണ് കണ്ടിട്ട് ചേട്ടൻ ഇപ്പോഴും അറിയില്ലേ കെട്ടാൻ പോകുന്ന പെണ്ണിനോട് എന്താ ചോദിക്കേണ്ടതെന്ന്? അവൾ ശബ്ദം താഴ്ത്തി പറഞ്ഞു. അതുപോലെയാണോ ഇത് അച്ഛൻ്റെ കൂട്ടുകാരൻ്റെ മോളല്ലേ, അതുകൊണ്ടാ എന്താ ചോദിക്കേണ്ടതെന്ന് നിന്നോട് ചോദിച്ചത്. ചേട്ടൻ ഒന്നും ചോദിക്കേണ്ട. ചേട്ടൻ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ടാൽ അവൾ ചേട്ടനോട് എന്തെങ്കിലും ചോദിച്ചോളും. അപ്പോൾ ചേട്ടൻ അതിനെ കറക്റ്റ് ആൻസർ പറഞ്ഞാൽ മതി. ചേട്ടൻ തുടങ്ങിക്കിട്ടാനേ ഒരു ബുദ്ധിമുട്ടുള്ളൂ, തുടങ്ങി കിട്ടിയാൽ പിന്നെ ഈസിയാ. അവൾ ഒരു ചെറുപുഞ്ചിരിയോടെ എന്നെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. സംഭവം അവൾ കളിയാക്കിയതാണെങ്കിലും അതിൽ കാര്യമുണ്ട്. എന്നാലും ഇവൾക്കിതൊക്കെ എങ്ങനെ അറിയാം? ഇനി ഇവൾ ഞങ്ങളാരും അറിയാതെ ആരെങ്കിലും പ്രേമിക്കുന്നുണ്ടോ? ഞാൻ അവളെ ഒന്ന് ഇരുത്തി നോക്കി. അപ്പോഴാണ് അകത്തു നിന്ന് പെണ്ണിൻ്റെ അമ്മ ചിരിച്ചുകൊണ്ട് സ്നേഹത്തോടെ പറഞ്ഞത്, ഇങ്ങോട്ട് പോന്നോളൂ മോനെ, ഇത് നമ്മുടെ വീടല്ലേ, മുകളിലോട്ട് പൊക്കോളൂ, അവൾ ടെറസിൻ്റെ മുകളിലുണ്ട് എന്ന്. ഞാൻ അവർക്ക് പുഞ്ചിരി സമ്മാനിച്ചു. കോണിപ്പടികൾ ഓരോന്ന് കയറി മുകളിലെത്തിയതും ടെറസിലോട്ടുള്ള ഡോർ തുറന്നു കിടക്കുന്നത് കണ്ടു. ഞാൻ ഡോറിലൂടെ പുറത്തോട്ട് നോക്കിയപ്പോൾ അവൾ പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. ഞാൻ പിന്നിൽ നിന്നും കൈയൊക്കെ ഒന്ന് കൂട്ടിത്തിരുമ്മി മുരടനക്കി. എൻ്റെ ശബ്ദം കേട്ടതും അവൾ തിരിഞ്ഞു നിന്നു. ആകാശനീലയിൽ സ്വർണ്ണക്കരയുള്ള ധാവണിയായിരുന്നു അവളുടെ വേഷം. ആ വേഷത്തിൽ അവളെ കാണാൻ ഒരു നാടൻ ഗ്രാമീണ പെൺകുട്ടിയുടെ ചേലായിരുന്നു. ഹായ്, ഞാനൊരു പുഞ്ചിരിയോടെ പറഞ്ഞു. അത് കേട്ട അവൾ എൻ്റെ മുഖത്ത് നോക്കാതെ താല്പര്യമില്ലാത്ത മട്ടിൽ ഹായ് എന്ന് എന്നോടും പറഞ്ഞു. എന്താ പേര്? അവന്തിക. അവൾ ഒരു വിഷാദം കലർന്ന മുഖത്താലെ പറഞ്ഞു. അവൾ എനിക്ക് നേരത്തെ വെള്ളം കൊണ്ടുവന്ന് തന്നപ്പോഴും അവളെ ശ്രദ്ധിച്ചിരുന്നു. അവൾക്ക് അപ്പോഴും ഒരു വിഷാദം കലർന്ന മുഖമായിരുന്നു. ഇനി ഇവൾക്ക് എന്നെ ഇഷ്ടമായിട്ടുണ്ടാവില്ലേ? ഏതുവരെ പഠിച്ചു? ഡിഗ്രി സെക്കൻഡ് ഇയർ. ഞാൻ ചോദിക്കുന്നതിന് മാത്രം ഉത്തരം പറയുന്നത് കേട്ടതുകൊണ്ടും അവൾ എന്നോട് തിരിച്ചൊന്നും ചോദിക്കാത്തതുകൊണ്ടും ഞാൻ അവളോട് ചോദിച്ചു, തനിക്കെന്നോട് ഒന്നും ചോദിക്കാനില്ലേ? അല്ല, ഞാൻ ചോദിക്കുന്നതിന് മാത്രം താൻ ഉത്തരം പറയുന്നത് കേട്ടതുകൊണ്ട് ചോദിച്ചതാണ്. അറ്റ്ലീസ്റ്റ് എൻ്റെ പേരെങ്കിലും ഒന്ന് ചോദിച്ചൂടെ? ഞാനൊരു തമാശ മട്ടിൽ പറഞ്ഞു. അത് കേട്ട അവൾ പിന്തിരിഞ്ഞു നിന്നുകൊണ്ട് എന്നോട് ചോദിച്ചു, മാഷ് ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? അവളുടെ ആ ചോദ്യത്തിൽ ഞാൻ വാ പൊളിച്ചു പോയി. ഇവൾ എന്തിനായിരിക്കും ഈ ഒരു ചോദ്യം ഇവിടെ ചോദിച്ചത്? ചിലപ്പോൾ എനിക്ക് മുന്നേ ആരോടെങ്കിലും പ്രേമമുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്തതായിരിക്കും. എന്തായാലും ഞാൻ ഇതുവരെ ആരെയും ഒരു പെണ്ണിനെയും വിവാഹം കഴിക്കാൻ എന്ന് പറഞ്ഞ് പ്രേമിച്ചിട്ടില്ല, വഞ്ചിച്ചിട്ടുമില്ല. പ്രേമിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാം, എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്ന് പറയാൻ തുടങ്ങുമ്പോഴേക്കും പെണ്ണുങ്ങളെല്ലാം സഹോദരനും ഏട്ടാന്നുമാണ് വിളിക്കുന്നത്. ആ വിളി കേൾക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലെ കാമുകൻ അങ്ങ് ഉറങ്ങും. അവർ അങ്ങനെ വിളിക്കാൻ കാരണമുണ്ട്. എനിക്ക് 25 വയസ്സായപ്പോൾ തന്നെ തല കഷണ്ടിയാകാനും ബാക്കിയുള്ള മുടികളിൽ ചിലയിടത്തെല്ലാം ചെറിയ നരയും തുടങ്ങി. 28 വയസ്സായപ്പോഴേക്കും തലയുടെ നെറുകെ മുഴുവൻ ക്രിക്കറ്റ് സ്റ്റേഡിയം പോലെയായി. ഇപ്പോൾ 28 വയസ്സുള്ള എന്നെ കണ്ടാൽ ഒരു 30-ന് മുകളിൽ തോന്നിക്കും. അതുകൊണ്ടാണെന്ന് തോന്നുന്നു പെൺകുട്ടികൾക്ക് ആർക്കും എന്നെ പിടിക്കാത്തത്. സുമയ്ക്ക് 5 വയസ്സായപ്പോഴാണ് അമ്മ അറ്റാക്ക് വന്നു മരിച്ചത്. അന്നു മുതൽ അമ്മയില്ലാത്ത ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും ഒരു ഏകാന്തതയായിരുന്നു. പിന്നീട് ഞാൻ ഒരു സിവിൽ എഞ്ചിനീയർ ആയപ്പോൾ 28 വയസ്സുകാരനായ എന്നെ വിവാഹം കഴിപ്പിക്കാൻ അച്ഛൻ തീരുമാനിച്ചു. അച്ഛൻ്റെ തീരുമാനം ഞാൻ നിരസിച്ചതുമില്ല. എന്നാലും കെട്ടണം, എന്നാൽ അത് കുറച്ചു നേരത്തെ ആയിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. അങ്ങനെ ഒരു വർഷം മുഴുവൻ പെണ്ണ് തിരഞ്ഞു നടന്നു. കുറേ ജാതകം ശരിയാവാതെ മുടങ്ങി. കുറേ എണ്ണത്തിന് എന്നെ പറ്റിയില്ല. കാരണം എൻ്റെ തല തന്നെ. പക്ഷെ അവരെല്ലാവരെയും എനിക്കിഷ്ടമായിരുന്നു. അവസാനം ഒന്നും ശരിയാവാതെ ആയപ്പോൾ ഞാൻ ആ തീരുമാനമെടുത്തു, തലയിൽ മുടി വെച്ച് പിടിപ്പിക്കാൻ. അങ്ങനെ ഞാൻ തലയിൽ മുടി വെച്ച് പിടിപ്പിച്ചു. അങ്ങനെ 30-ൽ കൂടുതൽ പ്രായം തോന്നിയിരുന്ന ഞാൻ വീണ്ടും 28-കാരനായി. അപ്പോഴാണ് ഒരു ദിവസം അച്ഛൻ പറഞ്ഞത്, അച്ഛൻ്റെ ബാല്യകാല സുഹൃത്തിന് ഒരു മകളുണ്ട്, അതിനെ ഒന്ന് കാണാൻ പോകണമെന്ന്. എല്ലായിടത്തും ഞാൻ പെണ്ണ് കാണാൻ പോകുമ്പോൾ എൻ്റെ സുഹൃത്തുക്കളായ ചങ്ക് ബ്രോകളായ ഫായസിനെയും സ്റ്റാറിനെയും ആണ് കൂടെ കൂട്ടാറുള്ളത്. അവർ കൂടെയുള്ളപ്പോൾ എന്തിനും ഒരു ധൈര്യമുണ്ടായിരുന്നു. ഇത് അച്ഛൻ്റെ സുഹൃത്തിൻ്റെ മകളായതുകൊണ്ട് അച്ഛനും പെങ്ങളും കൂടെ പോന്നു. ഇങ്ങോട്ട് പുറപ്പെടുമ്പോൾ തന്നെ അച്ഛൻ പറഞ്ഞിരുന്നു, ഞങ്ങൾക്ക് 2 ആൾക്കും ഇഷ്ടപ്പെട്ടാൽ ഈ വിവാഹം നടക്കുമെന്ന്. ജാതകമൊന്നും ഒരു പ്രശ്നമേ അല്ല എന്ന്.
ആ ബാല്യകാല സുഹൃത്തിൻ്റെ മകളാണ് ഇപ്പം എൻ്റെ മുന്നിൽ നിൽക്കുന്ന അവന്തിക. അതും ഞാൻ ആരെയെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട്. ഞാൻ ചോദിച്ചത് കേട്ടില്ല എന്നുണ്ടോ? നിങ്ങൾ മുന്നേ ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ എന്ന്? ഇല്ല, ഇതുവരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അങ്ങനെ മനസ്സിനിണങ്ങിയ ഒരു പെണ്ണിനെ കിട്ടിയിട്ടില്ല പ്രണയിക്കാൻ. പിന്നെ ഞാനൊരു പുഞ്ചിരിയോടെ തമാശ പോലെ ചോദിച്ചു, താൻ ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? അത് കേട്ട അവൾ എൻ്റെ മുഖത്തു നിന്നും കണ്ണെടുത്തു. പുറത്തെ വിദൂരതയിലേക്ക് നോക്കി ഒരു വിരഹം നിറഞ്ഞ നൊമ്പരത്തോടെ പറഞ്ഞു, ഉണ്ട്, എൻ്റെ മനസ്സിനിണങ്ങിയ ഒരാളെ. ഞാൻ എൻ്റെ മനസ്സും ശരീരവും അവന് കൊടുത്തിട്ടുണ്ട്. അവളുടെ മറുപടി കേട്ട സുനിൽ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. അതുവരെ ഒരു റൊമാൻറ്റിക് മൂഡിലായിരുന്ന അവൻ കേട്ട വാർത്ത വിശ്വസിക്കാനാവാതെ അവളോട് ചോദിച്ചു, താൻ എന്താ പറഞ്ഞത്? എനിക്കൊന്നും മനസ്സിലായില്ല. ശരീരവും മനസ്സും കൊടുത്തെന്നോ? ആർക്ക്? അത് കേട്ട അവൾ ചെറുതായി നിറഞ്ഞ കണ്ണുകളോടെ അവൻ്റെ നേരെ തിരിഞ്ഞു നിന്നുകൊണ്ട് ഇടറുന്ന സ്വരത്തിൽ പറഞ്ഞു, അതെ, പക്ഷേ അവൻ എൻ്റെ മനസ്സിനെ അല്ല സ്നേഹിച്ചത്. അവൻ സ്നേഹിച്ചത് എൻ്റെ ശരീരത്തെ മാത്രമാണ്. അത് അവന് കിട്ടിക്കഴിഞ്ഞപ്പോൾ അവനിപ്പോൾ എന്നെ വേണ്ട. അവൻ്റെ ചതി മനസ്സിലാക്കാൻ എനിക്ക് പറ്റിയില്ല. കാരണം ഞാൻ അവനെ അത്രമാത്രം സ്നേഹിച്ചിരുന്നു. അതും പറഞ്ഞ് കവിളിലൂടെ ഒലിച്ചിറങ്ങിയ കണ്ണുനീർ തുടച്ചുകൊണ്ട് അവൾ തുടർന്നു, നിങ്ങളുടെ ആലോചനയെപ്പറ്റി അച്ഛൻ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ അവനോട് ഇവിടെ വന്ന് അച്ഛനോട് ഞങ്ങളുടെ കാര്യം അവതരിപ്പിക്കണമെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞത് അവൻ എന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചില്ല എന്നും അവന് ആവശ്യം എൻ്റെ ശരീരമായിരുന്നു എന്നുമാണ്. അവൻ്റെ സ്റ്റാറ്റസിനൊത്ത പെണ്ണല്ല ഞാനെന്നും അവൻ അവൻ്റെ കാമം തീർത്ത പെണ്ണുകളിൽ ഒരാൾ മാത്രമായിരുന്നു ഞാനെന്നും പറഞ്ഞു. ഇനിയും കല്യാണത്തിൻ്റെ പേരും പറഞ്ഞ് അവൻ്റെ അടുത്ത് ചെന്നാൽ അവൻ്റെ കയ്യിലുള്ള എൻ്റെ ഫോട്ടോകളെടുത്ത് നെറ്റിലിട്ട് എൻ്റെ ജീവിതം നശിപ്പിക്കുമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഇനി എന്ത് നശിപ്പിക്കാൻ? എല്ലാം ഞാൻ തന്നെ നശിപ്പിച്ചില്ലേ? അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയിരുന്നു. ആ സ്വരം ഇടറിയിരുന്നു. അതെല്ലാം കേട്ട് എനിക്ക് ഒരു മരവിപ്പാണുണ്ടായത്. അവൾ പറഞ്ഞത് പൂർണ്ണമായും വിശ്വസിക്കാനാകാതെ പ്രതീക്ഷകൾക്ക് മങ്ങിലേറ്റ വിഷാദം നിറഞ്ഞ ഒരു ചിരിയാലെ ഞാൻ പറഞ്ഞു, താൻ എന്തൊക്കെയായി പറയുന്നത്? എന്നെ ഇഷ്ടമായില്ലെങ്കിൽ അത് പറഞ്ഞോളൂ, ഞാൻ പോയേക്കാം. അതിന് സ്വന്തം ജീവിതം വെച്ചിങ്ങനെ നുണ പറയണ്ട. അത് കേട്ട അവൾ ഇടറുന്ന സ്വരത്തോടെ പറഞ്ഞു, ഞാൻ പറഞ്ഞത് നുണയല്ല, സത്യമാണ്. ഒരു പെണ്ണും സ്വന്തം പരിശുദ്ധിയെപ്പറ്റി നുണ പറയില്ല. അതും എന്നെ പെണ്ണാലോചിച്ചു വന്ന ഒരാളോട്. എനിക്ക് വേണമെങ്കിൽ നിങ്ങളോട് ഇതെല്ലാം മറച്ചുവെച്ച് ഈ വിവാഹത്തിന് സമ്മതിക്കാം. അങ്ങനെ ഞാൻ ചെയ്താൽ അത് ഞാൻ എൻ്റെ മനസാക്ഷിയോടും നിങ്ങളോടും ചെയ്യുന്ന ഒരു വലിയ തെറ്റാകും. അറിഞ്ഞുകൊണ്ട് എനിക്ക് നിങ്ങളെ ചതിക്കാൻ വയ്യ. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ അച്ഛനോടും എൻ്റെ അച്ഛനോടും പറയണം നിങ്ങൾക്ക് ഈ വിവാഹത്തിന് സമ്മതമല്ല എന്ന്. അച്ഛൻ്റെ സുഹൃത്തിൻ്റെ മകളാണ്. നിങ്ങൾക്ക് തമ്മിൽ ഇഷ്ടമായാൽ തീർച്ചയായും ഈ വിവാഹം നടക്കുമെന്നൊക്കെ അച്ഛൻ പറഞ്ഞപ്പോൾ അവന്തികയെ കാണാതെ തന്നെ കുറച്ചു സമയം അവളുമായുള്ള ഒരു ജീവിതം അവൻ സ്വപ്നം കണ്ടിരുന്നു. ആ സ്വപ്നങ്ങളെല്ലാം ചീട്ടുകൊട്ടാരം പോലെ അവൻ്റെ മുന്നിൽ പൊഴിഞ്ഞു വീഴുന്ന പോലെ അവന് തോന്നി. തൻ്റെ അച്ഛനമ്മയ്ക്ക് അറിയോ ഇതൊക്കെ? അതോ എല്ലാവരും കൂടി ഞങ്ങളെ മുന്നിൽ നാടകം കളിക്കുകയാണോ? തനിക്ക് വേറെ ഒരുത്തന് ഇഷ്ടമാണെങ്കിൽ താനും തൻ്റെ വീട്ടുകാരും വെറുതെ എന്തിനാ എന്നെയും എൻ്റെ കുടുംബത്തെയും ഇവിടെ വിളിച്ചു വരുത്തി അപമാനിക്കുന്നത്? കുറച്ച് നീരസത്തോടെയാണ് സുനിൽ അത് പറഞ്ഞത്. അത് കേട്ട അവൾ നിറഞ്ഞു നിൽക്കുന്ന കലങ്ങിയ കണ്ണുകളുമായി പറഞ്ഞു, എൻ്റെ അച്ഛനും അമ്മയും പാവങ്ങളാണ്. അവർക്കൊന്നും അവളുടെ മകൾ പിഴച്ചുപോയ കാര്യം അറിയില്ല. അവരുടെ കണ്ണുകളിൽ ഇപ്പോഴും അവരുടെ മകൾ പരിശുദ്ധയാണ്. പിന്നെ അവൾ കൂപ്പുകൈയോടെ നിറഞ്ഞു തുളുമ്പിയ കണ്ണുമായി പറഞ്ഞു, ഇതൊന്നും അറിയാതെ എൻ്റെ അച്ഛൻ നിങ്ങളെ ഇവിടെ വിളിച്ചു വരുത്തി അപമാനിച്ചതിന് ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു എന്നും പറഞ്ഞ് അവൾ അവൻ്റെ കാൽക്കൽ മുഖം പൊത്തി നിലത്തിരുന്ന് കരഞ്ഞു. അത് കണ്ട സുനിലിനെ അവളോട് സഹതാപം തോന്നി. നിലത്ത് ഉറ്റി വീണ അവളുടെ കണ്ണുനീർ തുള്ളികൾ സുനിലിൻ്റെ മനസ്സിനെ പിടിച്ചുലച്ചു. സുനിൽ അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ച് സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, എടോ, താനിങ്ങനെ കരയാതെ എല്ലാത്തിനും നമുക്കൊരു വഴിയുണ്ടാക്കാം. ഇനി കരഞ്ഞിട്ടെന്താ കാര്യം? എല്ലാം സംഭവിച്ചു പോയില്ലേ? താൻ കണ്ണു തുടക്കി. ഇനി താൻ കരഞ്ഞ് ഈ പാവങ്ങളെ ഈ കാര്യമൊന്നും അറിയിക്കേണ്ട. താൻ വിഷമിക്കേണ്ട. ഞാൻ പറഞ്ഞോളാം അവരോട് എനിക്ക് തന്നെ ഇഷ്ടമായില്ല എന്ന്. പക്ഷേ ഇപ്പോഴല്ല, ഒരു 2 ദിവസം കഴിഞ്ഞ്. ഇപ്പോൾ ഞാൻ അത് പറഞ്ഞാൽ അത് ആ പാവങ്ങളെ വല്ലാതെ വേദനിപ്പിക്കും. കാരണം നമ്മൾ ഒന്നിക്കണമെന്ന് ആ പാവങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ തന്നെ ഇങ്ങോട്ട് കാണാൻ വരുമ്പോൾ ഞാനും അറിയാതെ തന്നെ മോഹിച്ചു പോയി. ഇപ്പോൾ എനിക്ക് മനസ്സിലായി ആ മോഹമെല്ലാം വെറുതെ ആയിരുന്നെന്ന്. അത് പറയുമ്പോൾ അവൻ്റെ മുഖത്തൊരു നിരാശയുണ്ടായിരുന്നു. പിന്നെ അവളോട് ചോദിച്ചു, ആരാണ് നിന്നെ സ്നേഹം നടിച്ച് നശിപ്പിച്ച് ഭീഷണിപ്പെടുത്തിയ നിന്റെ ആ കാമുകൻ? എന്തായാലും ഇത്രയൊക്കെ താൻ പറഞ്ഞ സ്ഥിതിക്ക് അതും കൂടെ ഒന്ന് പറഞ്ഞൂടെ? അത് കേട്ടതും നിറഞ്ഞു തുളുമ്പിയ കണ്ണെല്ലാം തുടച്ചുകൊണ്ട് അവൾ പറഞ്ഞു, കോളേജിൽ അവളുടെ സീനിയറും ടൗണിലെ ബിസിനസ്മാനും പൗർണമി ഷോപ്പിംഗ് മാളിൻ്റെ ഉടമയുമായ മോഹൻ തമ്പിയുടെ മകൻ രോഹിത്. തനിക്ക് ഒന്നുകൂടി അവനെ കണ്ട് സംസാരിച്ചൂടെ? ചിലപ്പോൾ അവൻ്റെ മനസ്സ് മാറിയാലോ? ഇല്ല, അവൻ ആകെ മാറിപ്പോയി. അവൻ്റെ മനസ്സിൽ ഇപ്പോൾ ഞാനില്ല. ഉണ്ടായിരുന്നെങ്കിൽ അവൻ ഒരിക്കലും എന്നോട് അങ്ങനെ പറയില്ല.
അവനെ സ്നേഹിച്ചതിൽ എനിക്ക് എന്നോട് തന്നെ ഇപ്പോൾ വെറുപ്പ് തോന്നുന്നു. അവൻ എന്നെ കണ്ടത് അവൻ്റെ സുഖത്തിനു വേണ്ടി അന്ത്യക്കൂട്ടിന് വിളിക്കുന്ന ഒരു വേശ്യയുടെ സ്ഥാനത്താണ്. എന്തായാലും താൻ നാളെ അവനെ കണ്ട് കാര്യത്തിൻ്റെ സീരിയസ്നെസ് പറഞ്ഞു മനസ്സിലാക്ക്. വേണമെങ്കിൽ ഞാനും വരാം. തൻ്റെ കൂടെ ആരുമില്ല എന്ന തോന്നൽ വേണ്ട തനിക്ക്. ഞാൻ കൂടെ നിൽക്കാം. എൻ്റെ അച്ഛൻ്റെ സുഹൃത്തിൻ്റെ മകളല്ലേ താൻ. എൻ്റെ കാര്യം എന്തായാലും ഇപ്പോൾ അടുത്തൊന്നും നടക്കുന്ന ലക്ഷണമില്ല. നിങ്ങളുടെ കാര്യമെങ്കിലും നടക്കട്ടെ. നിങ്ങൾ വരണ്ട. ഞാൻ നാളെ അവനെ ഒന്നുകൂടി കാണും. അപ്പോഴും അവൻ എന്നെ സ്വീകരിക്കാൻ തയ്യാറായില്ലെങ്കിൽ എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് അവൾ എന്തോ മനസ്സിൽ ഉറപ്പിച്ച മട്ടിൽ പറഞ്ഞു. എന്നാൽ ശരി, ഞങ്ങൾ ഇറങ്ങുന്നു. അങ്ങനെ ഈ പെണ്ണ് കാണലും സ്വാഹ. അത് കേട്ട അവൾ വീണ്ടും സോറി പറഞ്ഞു. താൻ വിഷമിക്കണ്ടടോ, എനിക്കിപ്പോൾ ഇത് ശീലമായി. നമുക്ക് വിധിച്ചതല്ലേ നമുക്ക് കിട്ടൂ. എന്തായാലും താഴെയുള്ള അവരാരും ഇപ്പോൾ ഇതറിയണ്ട. 2 ദിവസം കഴിയട്ടെ. തൻ്റെ കാര്യം എല്ലാം ശരിയായതിനു ശേഷം ഞാൻ എല്ലാവരെയും കാര്യം പറഞ്ഞ് മനസ്സിലാക്കാം. ഓക്കെ? താഴെയുള്ളവർ ചോദിക്കുമ്പോൾ ഇപ്പോൾ താൻ തനിക്ക് എന്നിഷ്ടമായി എന്ന് പറഞ്ഞാൽ മതി. ബാക്കിയെല്ലാം 2 ദിവസം കഴിഞ്ഞ് ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കാം. വെറുതെ ഇപ്പോൾ ആ പാവങ്ങളെ നിരാശരാക്കേണ്ട. അത് കേട്ടതും അവൾ ഒരു പുഞ്ചിരിയോടെ അങ്ങനെ പറഞ്ഞോളാം എന്ന് പറഞ്ഞു. പിന്നെ എല്ലാത്തിനും അവളുടെ കൂടെ നിൽക്കുന്നതിന് ഒരു താങ്ക്സും പറഞ്ഞു. അത് കേട്ട അവൻ അവൾക്കൊരു പുഞ്ചിരി സമ്മാനിച്ചു. കോണിപ്പടികൾ ഇറങ്ങി താഴോട്ട് പോയി. ഉമ്മറത്ത് എത്തിയതും എല്ലാവരും ആകാംക്ഷയോടെ എൻ്റെ മുഖത്തു നോക്കി. അച്ഛൻ എന്നെയും കൂട്ടി മുറ്റത്തേക്ക് ഇറങ്ങി. എന്തായടാ, ഇഷ്ടപ്പെട്ടോ നിനക്ക്? ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇപ്പോൾ അവരോട് പറയണ്ട. നമ്മൾ വീട്ടിൽ ചെന്ന് 2 ദിവസം കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി. അതെന്തിനാടാ അങ്ങനെ? ഇപ്പൊ പറഞ്ഞാൽ എന്താ കുഴപ്പം? ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞതല്ലേ, ഇനി നിങ്ങൾക്ക് 2 ആൾക്ക് മാത്രമേ ഇഷ്ടമാകാനുള്ളൂ എന്ന്. അച്ഛൻ ഒന്നും മനസ്സിലാവാതെ അവനോട് ചോദിച്ചു. അതൊക്കെ ശരിയാണ്. എന്നാലും അച്ഛൻ ഇപ്പോൾ അവരോട് അങ്ങനെ പറഞ്ഞാൽ മതി. ഇഷ്ടമായില്ല എന്നല്ലല്ലോ ഞാൻ പറഞ്ഞത്. 2 ദിവസം കഴിയട്ടെ എന്നല്ലേ പറഞ്ഞത്. എന്നാ അങ്ങനെ പറയാമല്ലേ? അച്ഛൻ അവരോട് സ്നേഹത്തോടെ വീട്ടിൽ ചെന്നിട്ട് വിവരം അറിയിക്കാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം വൈകിട്ട് അവന്തികയുടെ അച്ഛൻ്റെ ഒരു ഞെട്ടിക്കുന്ന ഫോൺ കോളാണ് അച്ഛൻ്റെ മൊബൈലിലോട്ട് വന്നത്. അവന്തിക കയ്യിലെ ഞരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നും ഇപ്പോൾ ഹോസ്പിറ്റലിൽ ആണെന്നും. കേട്ട വാർത്ത വിശ്വസിക്കാനാവാതെ ഞാൻ ഹോസ്പിറ്റലിലോട്ട് പുറപ്പെട്ടു. ഹോസ്പിറ്റലിൽ എത്തിയതും അവൾ കിടക്കുന്ന റൂമിൻ്റെ പുറത്ത് അവളുടെ അച്ഛൻ നിൽക്കുന്നത് കണ്ടു. അയാൾ സുനിലിനെ കണ്ടതും വിഷമത്തോടെ നിറഞ്ഞ കണ്ണുകളോടെ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, എന്തിനാ എൻ്റെ കുട്ടി ഇത് ചെയ്തതെന്ന് അറിയില്ല മോനെ. അവൾക്ക് നിന്നെ ഇഷ്ടമാണെന്നാണ് അവൾ ഞങ്ങളോട് പറഞ്ഞത്. പിന്നെ എന്തിനെ എൻ്റെ കുട്ടി ഇത് ചെയ്തത്? ഇനി എൻ്റെ കുട്ടിക്ക് വേറെന്തെങ്കിലും വിഷമമുണ്ടോ? ഞങ്ങൾ എത്ര ചോദിച്ചിട്ടും അവളൊന്നും പറയുന്നില്ല. മോനൊന്നും ചോദിക്കുക അവളോട്, എന്തിനാ അവൾ ഇത് ചെയ്തതെന്ന്. അങ്കിൾ വിഷമിക്കാതെ, ഞാൻ ചോദിക്കാം അവളോട്. അതും പറഞ്ഞ് സുനിൽ അവൾ കിടക്കുന്ന ബെഡിൻ്റെ അടുത്തേക്ക് നടന്നു. അവനെ കണ്ടതും അവളുടെ അരികിലിരുന്ന അവളുടെ അമ്മ നിറഞ്ഞു നിൽക്കുന്ന കണ്ണുകൾ സാരിത്തുമ്പ് കൊണ്ട് തുടച്ചുകൊണ്ട് പുറത്തോട്ട് പോയി. അവനെ കണ്ടതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. സുനിൽ ബെഡിന്റെ അടുത്തുള്ള ചെയറിൽ ഇരുന്നു കൊണ്ട് നിറഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ കിടക്കുന്ന അവളോട് വിഷമത്തോടെ ചോദിച്ചു, താൻ എന്തിനാടോ ഇത് ചെയ്തത്? ഇതാണോ താൻ ഇതിനു കണ്ട പോംവഴി? അത് കേട്ട അവൾ ഒന്നും മിണ്ടാതെ വീണ്ടും കണ്ണീർ പൊലിച്ചു. താൻ അവനെ കണ്ടിരുന്നോ? അവൾ എന്ന് തേങ്ങിക്കൊണ്ട് തലയാട്ടി. എന്നിട്ട് അവൻ എന്തു പറഞ്ഞു? അവൻ എന്നെ കെട്ടില്ല എന്ന് പറഞ്ഞു. ഇനി ഈ കാര്യം പറഞ്ഞ് അവൻ്റെ അടുത്തോട്ട് ചെന്നാൽ എന്നെ കൊല്ലുമെന്നും ഭീഷണിപ്പെടുത്തി. പിന്നെ എൻ്റെ വഴിയിൽ ആത്മഹത്യയല്ലാതെ വേറെ വഴിയില്ലായിരുന്നു. പക്ഷെ അവിടെയും ദൈവങ്ങൾ എന്നെ തോൽപ്പിച്ചു. അതും പറഞ്ഞ് അവൾ വീണ്ടും കരഞ്ഞു. അത് കേട്ട സുനിലിന്റെ കണ്ണുകളിൽ തീക്കനൽ എരിയാൻ തുടങ്ങി. അവൻ അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് പല്ലിരുമിക്കൊണ്ട് അവളോട് ചോദിച്ചു, ഇത്രയൊക്കെ തന്നോട് ക്രൂരത ചെയ്ത അവനെ നീ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ടോ? ഇനിയും തനിക്ക് അവനെ വേണോ? വേണ്ട, എനിക്കിനി അവനെ വേണ്ട. അത്രയ്ക്കും വെറുത്തുപോയി ഞാൻ അവനെ. എന്നോട് ചെയ്ത ഈ ചതിക്ക് ദൈവം ചോദിക്കും അവനോട്. ഇന്നു മുതൽ ഞാൻ ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് അവനെയാണ്. അവൾ തേങ്ങിക്കൊണ്ട് പറഞ്ഞു. ആ വാക്കുകൾ അവളുടെ മനസ്സിൽ തട്ടിയതായിരുന്നു. അത് കേട്ട സുനിൽ ഒരുത്തിനെ സ്നേഹിച്ചതിൻ്റെ പേരിൽ സ്വന്തം ജീവൻ കളയാൻ വേണ്ടി ഞരമ്പ് മുറിച്ച് കയ്യിൽ പിടിച്ച് ആ ഉള്ളം കയ്യിൽ തടവിക്കൊണ്ട് ചോദിച്ചു, അങ്ങനെയെങ്കിൽ തന്നെ ഞാൻ വിവാഹം കഴിച്ചോട്ടെ? സമ്മതമാണോ തനിക്ക്? അത് കേട്ട അവൾ ഒരു ഞെട്ടലോടെ നിറഞ്ഞു തൂവിയ കണ്ണുകളോടെ പറഞ്ഞു, വേണ്ട, ഞാൻ തെറ്റ് ചെയ്തവളാണ്. എന്നെപ്പോലത്തെ ഒരു പെണ്ണിനെ നിങ്ങൾക്ക് വേണ്ട. എൻ്റെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം ദൈവത്തിന് തുല്യമാണ്. ഒരിക്കലും നിങ്ങളെപ്പോലത്തെ നല്ലൊരാൾക്ക് പറ്റിയ പെണ്ണല്ല ഞാൻ. അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അത് കണ്ട സുനിലിന് അവളോട് സഹതാപം തോന്നി. സുനിൽ ആ കണ്ണുകളിൽ നോക്കി പറഞ്ഞു, ആര് പറഞ്ഞു താൻ എനിക്ക് പറ്റിയ പെണ്ണല്ല എന്ന്? താനാണ് എനിക്ക് പറ്റിയ പെണ്ണ്. സ്വന്തം പരിശുദ്ധിക്ക് പറ്റിയ കളങ്കം ഒരു മുൻപരിചയമില്ലാത്ത എന്നോട് താൻ തുറന്നു പറഞ്ഞില്ലേ? ഇന്നത്തെ കാലത്ത് ഒരു പെണ്ണും പറയില്ല ഇങ്ങനെ. ചെയ്ത തെറ്റ് ഏറ്റുപറയാൻ കാണിച്ച നിന്റെ ഈ മനസ്സുണ്ടല്ലോ, ആ മനസ്സാണ് എനിക്കിഷ്ടപ്പെട്ടത്. ഒരുത്തനെ കണ്ണടച്ച് വിശ്വസിച്ച് മനസ്സറിഞ്ഞ് സ്നേഹിച്ചതിൻ്റെ പേരിൽ പറ്റിയ ഒരു തെറ്റ്. ആ തെറ്റ് കണ്ണീര് കൊണ്ട് താൻ എൻ്റെ മുന്നിൽ ഏറ്റുപറഞ്ഞില്ലേ? അതാണ് നിന്നിൽ ഞാൻ കാണുന്ന മഹത്വം. നിനക്ക് പറ്റിയതെല്ലാം പൊറുക്കാൻ ഞാൻ തയ്യാറാണ്.
നിന്റെ ശരീരം മാത്രമേ കളങ്കപ്പെട്ടിട്ടുള്ളൂ. മനസ്സ് ഇപ്പോഴും പരിശുദ്ധമാണ്. അത് മതി എനിക്ക്. ഇപ്പോഴാണ് ശരിക്കും തന്നെ ഇഷ്ടമായത്. അതുകൊണ്ട് ചോദിക്കുക, ഞാൻ വിവാഹം കഴിച്ചോട്ടെ നിന്നെ? അത് കേട്ട അവളുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു തുളുമ്പി. അവൾ അവൻ്റെ കരങ്ങളിൽ മുറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, മതി, ഈ വാക്കുകൾ മതി എനിക്ക്. എനിക്ക് സമ്മതമാണ്. സന്തോഷമായി എനിക്ക് ജീവിക്കണം. ഇനിയുള്ള കാലം സ്നേഹത്തിൻ്റെ നിറകുടമായ ഈ നെഞ്ചിൽ തല ചാച്ചുകൊണ്ട്. ഇപ്പോൾ സന്തോഷമായോ തനിക്ക്? ഇപ്പോൾ നിന്റെ വിഷമമെല്ലാം മാറിയില്ലേ? അത് കേട്ട അവൾ മുഖത്തേക്ക് തൂവി ഒലിച്ചിറങ്ങിയ കണ്ണുനീരും തുടച്ചുകൊണ്ട് എന്ന് പറഞ്ഞു. എല്ലാം ശുഭമായ സ്ഥിതിക്ക് എന്നാൽ നമ്മുടെ അച്ഛന്മാർക്ക് കല്യാണം നിശ്ചയിക്കാനുള്ള പെർമിഷൻ കൊടുക്കാമല്ലേ? അത് അവൻ പറഞ്ഞത് ഒരു റൊമാൻറ്റിക് ചിരിയോടെയായിരുന്നു. അതുകണ്ട് അവൾ ഒരു മന്ദഹാസ ചിരിയോടെ സമ്മതം അറിയിച്ചു. എന്നാൽ ശരി, ഞാൻ നാളെ വരാം. ഇനി എനിക്കൊരു പെണ്ണിനെ അവകാശത്തോടെ വന്ന് കാണാലോ. അത് കേട്ട അവളുടെ മുഖം മന്ദഹാസം കൊണ്ട് നിറഞ്ഞു. അവൻ അവളോട് യാത്ര പറഞ്ഞ് മുറിവിട്ടിറങ്ങി. റൂമിന് പുറത്തേക്ക് വന്ന അവനെ കണ്ടതും അവളുടെ അച്ഛനും അമ്മയും അവൾ വല്ലതും പറഞ്ഞോ എന്ന് ചോദിച്ചു. പറഞ്ഞു, അവളെല്ലാം എന്നോട് പറഞ്ഞു. പക്ഷേ അതൊരിക്കലും നിങ്ങളാരും അറിയണ്ട. അത് എന്നും ഞങ്ങളുടെ മനസ്സിലിരിക്കട്ടെ. ഇനി അവൾ ഒരു ബുദ്ധിമോശം കാണിക്കില്ല. അവൾ എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. ഇനി നിങ്ങളാരും ഈ കാര്യത്തെപ്പറ്റി അവളോട് ചോദിക്കില്ല എന്ന് എനിക്ക് വാക്ക് തരണം. അവർ രണ്ടുപേരും അവനോട് സത്യം ചെയ്തു, അവളോട് ഇതിനെപ്പറ്റി ചോദിക്കില്ല എന്ന്. അതുകണ്ട് അവൻ ഒരു പുഞ്ചിരിയോടെ അവളുടെ അച്ഛനോട് പറഞ്ഞു, എന്നാൽ അങ്കിൾ അച്ഛനെ വിളിച്ച് ഞങ്ങളുടെ വിവാഹ തീയതി നിശ്ചയിച്ചോളൂ. ഞങ്ങൾ വിവാഹത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു. അത് കേട്ട അവരുടെ കണ്ണും മനസ്സും നിറഞ്ഞു. അങ്കിൾ, ഡോക്ടർ എന്താ പറഞ്ഞത്? അവൾക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല, കുഴപ്പമൊന്നുമില്ല. ഇന്നൊരു ദിവസം കൂടി ഇവിടെ കിടന്ന് നാളെ വൈകിട്ട് പോകാമെന്ന് പറഞ്ഞു. എന്നാൽ ശരി, ഞാൻ നാളെ വരാം. അതും പറഞ്ഞ് അവൻ അവിടെ നിന്നും ഇറങ്ങി. പിറ്റേ ദിവസം വൈകുന്നേരം അവന്തികയെ ഡിസ്ചാർജ് സമയം സുനിൽ വീണ്ടും അവളെ കാണാൻ ഹോസ്പിറ്റലിൽ വന്നു. ഇന്ന് അവളുടെ മുഖത്തിന് ഇന്നലത്തെക്കാളും നല്ല തിളക്കമുണ്ടായിരുന്നു. അവളുടെ അമ്മയും അച്ഛനും ഭാവി മരുമകനെ സ്നേഹം കൊണ്ട് പൊതിഞ്ഞു. ഡിസ്ചാർജ് ചെയ്ത് ഹോസ്പിറ്റലിൽ വിടുന്ന സമയം സുനിൽ അവളുടെ അച്ഛനോട് പറഞ്ഞു, അങ്കിൾ ആൻറ്റിയും പൊക്കോളൂ, ഞാൻ അവന്തികയെ അവിടെ കൊണ്ടുവന്ന് വിടാം. എനിക്ക് അവളോട് കുറച്ച് സംസാരിക്കാനുണ്ട്. അതിനെന്താ മോനെ, മോൻ സംസാരിച്ചു, ഞങ്ങൾ പോയേക്കാം. അച്ഛനും അമ്മയും പോയി കഴിഞ്ഞതും അവന്തിക ചോദിച്ചു, എന്താ സുനിലേട്ടാ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞത്? അവളുടെ ചോദ്യം കേട്ട സുനിൽ ആശ്ചര്യത്തോടെ അവളെ നോക്കി ചോദിച്ചു, നീ ഇപ്പം എന്താ എന്നെ വിളിച്ചേ? സുനിയേട്ടാന്ന് എന്താ തെറ്റായി പോയോ അങ്ങനെ വിളിച്ചത്? ഇല്ല, നീ അങ്ങനെ വിളിച്ചപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. നീ ഇനി അങ്ങനെ വിളിച്ചാൽ മതി. നിന്റെ ആ വിളി കേൾക്കാൻ ഒരു പ്രത്യേക സുഖമുണ്ട്. അത് കേട്ട അവളുടെ മുഖത്ത് അവനോടുള്ള ഇഷ്ടം നിറഞ്ഞു തുളുമ്പി. പിന്നെ നമുക്ക് ഒരിടം വരെ പോകാം, വണ്ടിയിൽ കയറ്. അവൻ കാറിൻ്റെ ഡോർ തുറന്നു കൊടുത്തുകൊണ്ട് പറഞ്ഞു. അവരുടെ ആ യാത്ര ചെന്ന് അവസാനിച്ചത് സിറ്റി ഹോസ്പിറ്റലിൻ്റെ മുന്നിലായിരുന്നു. ഹോസ്പിറ്റൽ കണ്ടതും അവന്തിക ചോദിച്ചു, നമ്മളെന്തിനാ ഇങ്ങോട്ട് വന്നത്? അതൊക്കെയുണ്ട്, ഞാൻ നിനക്കിവിടെ ഒരാളെ കാണിച്ചു തരാം. തനിക്കറിയാവുന്ന ആളാണ്. എനിക്കറിയാവുന്ന ആളോ? അതാരാ? അതെ, അതൊക്കെ അയാളെ കാണുമ്പോൾ തനിക്ക് മനസ്സിലാവും. ഒരുപാട് റിസ്ക് എടുത്ത അയാളെ കാണാൻ ഒരു അപ്പോയിൻമെന്റ് ശരിയാക്കി. താൻ വാ. സുനിൽ അവന്തികയെയും കൊണ്ട് നേരെ പോയത് ഇന്റൻസീവ് കെയർ യൂണിറ്റ് വാർഡിലോട്ടാണ്. ക്രിട്ടിക്കൽ സ്റ്റേജിൽ കിടക്കുന്ന ആളുകളെയും സർജറി കഴിഞ്ഞ ആളുകളെയും കിടത്തുന്ന വാർഡായിരുന്നു അത്. രോഗിക്കല്ലാതെ മറ്റാർക്കും അവിടേക്ക് പ്രവേശനമുണ്ടായിരുന്നില്ല. രോഗികളുടെ കൂടെയുള്ള ആളുകൾക്ക് കാണാൻ പ്രത്യേക സമയമുണ്ട്. പിന്നെ കാണണമെങ്കിൽ ഡോക്ടറുടെ പ്രത്യേക പെർമിഷൻ വേണം. ഇവിടുത്തെ കാർഡിയോ സർജൻ ഡോക്ടർ മായ സുനിലിന്റെ ഇന്റിമേറ്റ് ഫ്രണ്ടാണ്. സുനിൽ ഡോക്ടർ മായയെ വിളിച്ച് അകത്തോട്ട് കടക്കാനുള്ള പ്രത്യേക പെർമിഷൻ എടുത്തിരുന്നു. അകത്ത് കടന്നതും സുനിൽ അവന്തികയുടെ കയ്യിൽ പിടിച്ചു. അത്യാസന്ന നിലയിൽ കിടക്കുന്ന രോഗികൾക്കിടയിലൂടെ മുമ്പോട്ട് നടന്നു. അവന്തിക ഒന്നും മനസ്സിലാകാതെ അവന്റെ കൂടെ നടന്നു. അത് ചെന്ന് അവസാനിച്ചത് കർട്ടൻ കൊണ്ട് മറച്ച ഒരു ബെഡിന്റെ അടുത്തായിരുന്നു. ബെഡിൽ കിടക്കുന്ന ആളെ കണ്ടതും അവന്തിക ഒന്ന് ഞെട്ടി. അറിയാതെ അവളുടെ നാവ് ഉരുവിട്ടു. രോഹിത്. ശബ്ദം കേട്ടതും മയക്കത്തിലായിരുന്ന രോഹിത് കണ്ണു തുറന്നു. അവന്തികയെ കണ്ട് അവൻ കണ്ണുമിഴിച്ചു. സുനിലിനെ കണ്ടതും അവന്റെ മുഖത്ത് ഒരു ഭയം വന്നു. അവൻ രണ്ടാളെയും മാറി മാറി നോക്കി. അത് കണ്ട് അവന്തിക അവനെ വെറുപ്പോടെ നോക്കി ആ മുഖത്തേക്ക് തുപ്പിക്കൊണ്ട് പറഞ്ഞു, എടാ, എന്നെ ചതിച്ച നിനക്ക് ഇതല്ല, ഇതിനപ്പുറം സംഭവിക്കും. ആരാ നിന്നെ ഈ രൂപത്തിൽ കിടത്തിയതെന്ന് എനിക്കറിയില്ല. ഞാൻ ഇന്നലെ മനസ്സറിഞ്ഞ് നിന്നെ ശപിച്ചതാണ്. ഇത് എൻ്റെ ശാപം മാത്രമല്ല, നീ പിഴപ്പിച്ച ഒരുപാട് പെൺകുട്ടികളുടെ ശാപമാണ്. നീ ചാവേണ്ടവനാണ്, എന്നാൽ സാരമില്ല. അത് കേട്ട അവൻ വീണ്ടും ഭയപ്പാടെ സുനിലിനെ നോക്കി. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഒരു ഡോക്ടർ വന്നത്. ഡോക്ടറെ കണ്ടതും സുനിൽ ചോദിച്ചു, ഡോക്ടർ, എനിക്കറിയാവുന്ന ആളാണ് ഇദ്ദേഹം. എന്താണ് ഇയാൾക്ക് സംഭവിച്ചത്? അത് ഇന്നലെ രാത്രി ഇയാളെ ഒരു സംഘം ആളുകൾ ആക്രമിച്ചു. ഇയാളുടെ കൈയും കാലും എല്ലാം തല്ലിയൊടിച്ചു. പോരാത്തതിന് ഇയാളുടെ ലിംഗം ഛേദിക്കുകയും ചെയ്തു. ഇവിടെ ഹോസ്പിറ്റലിന് മുന്നിൽ കൊണ്ടിട്ടു. ഇപ്പോൾ പാതി ലിംഗം മാത്രമേ ഇയാൾക്കുള്ളൂ. ബാക്കി പാതി കിട്ടിയിട്ടും വലിയ പ്രയോജനമൊന്നുമില്ല. ഇനി ആയുഷ്കാലം മുഴുവൻ ട്യൂബ് ഇടേണ്ടി വരും. ഇയാളുടെ ദേഹത്തെ 8 ബോൺസാണ് പൊട്ടിയിരിക്കുന്നത്.
ആരായാലും ഒടുക്കത്തെ പണിയാണ് ഇയാൾക്ക് കൊടുത്തത്. ഇനി കുറച്ചു കാലം ഇയാളുടെ കിടപ്പ് ബെഡിൽ തന്നെയായിരിക്കും. അത് കേട്ട അവന്തികയുടെ മനസ്സിൽ ഒരു സംതൃപ്തി വന്നു. അവൾ വീണ്ടും പകയോടെ അവനെ നോക്കി. ഇയാളെ ഈ കോലത്തിൽ ആരാ ഇങ്ങനെ ആക്കിയതെന്ന് വല്ലതും പറഞ്ഞോ? ഇല്ല, പോലീസ് മൊഴിയെടുക്കാൻ വന്നപ്പോൾ അറിയില്ല എന്നാ ഇയാൾ മൊഴി കൊടുത്തത്. ആദ്യത്തെ അടിക്ക് തന്നെ ഇയാളുടെ ബോധം പോയിരുന്നത്രേ. താങ്ക്സ് ഡോക്ടർ. ഡോക്ടർ പോയി കഴിഞ്ഞതും സുനിൽ അവന്തികയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ശബ്ദം താഴ്ത്തി അവനോട് പറഞ്ഞു, നീ സ്നേഹം നടിച്ച് പിഴപ്പിച്ച ഇവളെ ഞാൻ കെട്ടാൻ പോവുകയാ. എൻ്റെ മനസ്സിൽ ഇവൾ ഇപ്പോഴും പരിശുദ്ധിയാണ്. നീ സ്നേഹിച്ചത് ഇവളുടെ ശരീരത്തെയാണ്, ഞാൻ സ്നേഹിച്ചത് ഇവളുടെ മനസ്സിനെയും. എടാ, സ്നേഹം നടിച്ച് ഒരു പെണ്ണിനെ വശത്താക്കി അവളുടെ മാനം കവർന്നു തിന്നുകൊണ്ടല്ല ഒരാണ് ആണാകേണ്ടത്. മറിച്ച് സ്നേഹം കൊടുത്ത് അവളെ സ്വന്തമാക്കി നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവളുടെ ആദരവ് പിടിച്ചു പറ്റിയാണ്. മനസ്സിലായോ? പിന്നെ നാലുപാടും ആരും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം അവന് നേരെ പല്ലുരുമിക്കൊണ്ട് ശബ്ദം താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു, ഇപ്പോൾ ഞാനും എൻ്റെ കൂട്ടുകാരും നിന്റെ കയ്യും കാലും തല്ലിയൊടിച്ച് നിന്റെ മറ്റേത് മാത്രമേ വെട്ടിയെടുത്തിട്ടുള്ളൂ. ഇനി നീ ഞങ്ങളുടെ ജീവിതത്തിലോട്ടെങ്ങാനും തലയിട്ടാലുണ്ടല്ലോ, പിന്നെ നീ ഈ ഭൂമിയിൽ ജീവനോടെ ഉണ്ടാകില്ല. മനസ്സിലായടാ നായേ നിനക്ക്? അത് കേട്ട അവന്തിക കേട്ട വാർത്ത വിശ്വസിക്കാനാവാതെ സുനിലിനെ നോക്കി. അവൻ്റെ സ്നേഹത്തിന് മുന്നിൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. നിന്നെപ്പോലത്തെ നരഭൂജികൾക്ക് നേരെയുള്ള ഞങ്ങളുടെ യുദ്ധത്തിൻ്റെ തുടക്കമാണിത്. ഓർമ്മയിലിരിക്കട്ടെ. ഇനി നിനക്ക് മനസ്സിലാവും ഒരു പെണ്ണിൻ്റെ സ്നേഹത്തിൻ്റെയും മാനത്തിൻ്റെയും വില. അത് നിന്റെ ഞാൻ മുറിച്ചെടുത്ത മറ്റേ സാധനം നിനക്ക് മനസ്സിലാക്കി തരും. അതും പറഞ്ഞ് സുനിൽ അവന്തികയെയും കൊണ്ട് വാർഡിൽ നിന്നും പുറത്തിറങ്ങിയതും അവന്തിക ഒരു തേങ്ങലോടെ സുനിലിൻ്റെ നെഞ്ചിൽ ചാഞ്ഞുകൊണ്ട് പറഞ്ഞു, എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടുവല്ലേ സുനിലേട്ടൻ. സന്തോഷമായി, എനിക്ക് മനസ്സ് നിറഞ്ഞു. ഇപ്പോഴാണ് യഥാർത്ഥ സ്നേഹം എന്താണെന്ന് തിരിച്ചറിഞ്ഞത്. നിന്നോട് ഇത്രയും വലിയ ക്രൂരത ചെയ്ത അവനോട് കണക്ക് ചോദിച്ചില്ലെങ്കിൽ ഞാൻ എന്തിനാ ആണാണെന്നും പറഞ്ഞ് നടക്കുന്നത്? സന്തോഷമായോ നിനക്ക്? അത് കേട്ട അവൾ എന്ന് പറഞ്ഞുകൊണ്ട് തലയിൽ പിടിച്ച് ആ തിരുനെറ്റിയിൽ സ്നേഹത്തിൻ്റെ പ്രതീകമായ ഒരു ചുടുചുംബനം നൽകി. നിന്റെ ചുംബനമെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ എൻ്റെ മുടിയിൽ സൂക്ഷിച്ചു വേണം പിടിക്കാൻ, കാരണം അത് വെപ്പുമുടിയാ. അത് കേട്ട അവന്തിക ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതെനിക്കറിയാം. എന്നോട് അച്ഛൻ പറഞ്ഞിരുന്നു, എനിക്ക് വിഗ് വെച്ച ഈ മൊട്ട തലയനെയാണ് കൂടുതൽ ഇഷ്ടം. അത് കേട്ട സുനിൽ ചിരിച്ചുകൊണ്ട് നിറഞ്ഞ മനസ്സാലെ അവളെ ചേർത്ത് പിടിച്ച് വരാൻ പോകുന്ന നല്ല നാളുകളെയും പ്രണയിച്ച് പുറത്തോട്ട് നടന്നു.